എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ശങ്കരപ്പള്ളിയിലാണ് പോകുന്നത്. അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. നമ്മുടെ ശബരിമല പോലെ തന്നെ പണിഞ്ഞു വെച്ചിട്ടേക്കുക. അപ്പോൾ അമ്പലം കാണാൻ വേണ്ടി നമ്മളിന്ന് പോകുന്നത്. അപ്പം നമ്മൾ സെക്കന്ദരാബാദിൽ താമസിക്കുന്നത്. അമ്പലത്തിൽ പോകാൻ ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോകാം. ഇതാണ് നാർസിംഗ് ചൗറസ്ത. ഇവിടുന്ന് നേരെ ഒറ്റ വഴി, ഈ പാലം കയറി ഇറങ്ങി നേരെ ഒറ്റ വഴി പോകണം. സ്ട്രെയിറ്റ് പോകുമ്പോൾ നമുക്കൊരു സ്റ്റീൽ ഷേപ്പ്, ഒരു സ്റ്റീലിൻ്റെ മുട്ടയുടെ ആകൃതിയുള്ള ഒരു ഷേപ്പ് ഇത് കണ്ടോ. ഈ ക്രോസ് റോഡിൽ നിന്ന് നമുക്ക് റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്ത് നേരെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നമുക്കൊരു ഓഷൻ പാർക്ക് കാണാൻ പറ്റും. MGIT കാണാം, മഹാത്മാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ CBIT ഉണ്ട്. ഇതാ CBIT, ചൈതന്യ ഭാരതി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇവിടെ നമ്മുടെ ഹാപ്പി ഡേയ്സ് മൂവിയുടെ ഷൂട്ടിംഗ് എല്ലാം നടന്നത് ഈ ക്യാമ്പസിലാണ്. നമ്മളതിൽ കുറച്ചുകൂടെ പോകുമ്പോൾ ഇതാണ് നമ്മുടെ ഗണ്ടിപ്പേട്ട് ലേക്കൂടെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമുക്ക് പിന്നെ റൈറ്റ് സൈഡിൽ ഇതാണ് ICFA യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കുറച്ചുകൂടെ നമുക്ക് മുമ്പിൽ പോകുമ്പോൾ ഇതാണ് രാഘവേന്ദ്ര സ്വാമിയുടെ മഠം. അപ്പം ഓൺ ദ വേയില്ല, നമുക്ക് അകത്ത് കയറി തൊടാമെന്ന് വിചാരിച്ചു. അകത്ത് അത് കയറി വരുമ്പോൾ നമുക്കൊരു ഗണപതിയുടെ അമ്പലവും പിന്നെ നമ്മുടെ ആഞ്ജനേയ സ്വാമിയുടെയും പിന്നെ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെയും പിന്നെ നമ്മുടെ രാഘവേന്ദ്ര സ്വാമിയുടെയും അമ്പലമുണ്ട്. ഇവിടുന്ന് അയ്യപ്പൻ്റെ അമ്പലം ഇനി വരും 2 കിലോമീറ്ററേ ഉള്ളൂ. നല്ലൊരു കാം ആൻഡ് ക്വയറ്റുള്ള സ്ഥലം അമ്പലം ഇതും. പിന്നെ ഇവിടെ നമ്മളെ ഗോശാല തൊഴുതിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിലോട്ട് യാത്ര തുടങ്ങി. ഈ റെയിൽവേ അണ്ടർ ബ്രിഡ്ജിൽ കൂടെ നമ്മൾ പോയിട്ട് തീരാനടുത്ത് തന്നെ ക്രോസ് റോഡ് വരും. അതാ ശങ്കരപ്പള്ളി. ഇവിടെ നമ്മൾ റൈറ്റ് എടുക്കണം. ഈ ബോർഡ് കാണാമല്ലോ, ആ ബോർഡിനടുത്ത് പിന്നെ വീണ്ടും റൈറ്റ് എടുക്കണം. റൈറ്റ് എടുത്ത് കുറച്ച് മുമ്പിൽ പോകുമ്പോൾ ഇതാണ് നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ഇവിടെ ഇഷ്ടംപോലെ വണ്ടി വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്കിനി അകത്തോട്ട് പോകാം. നമ്മുടെ ശബരിമല, നമ്മുടെ ഹൈദരാബാദിലെ ശബരിമല നമ്മളെത്തി. ഇവിടെ പടിപ്പൂജ നടക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് അവിടെ എല്ലാം. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാല് കഴുകാൻ സ്ഥലം ഉണ്ടായിരുന്നു. കാല് കഴുകി നമുക്ക് മുകളിൽ പോയി. മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ശ്രീകോവിലെത്തി. നമ്മളങ്ങനെ നമ്മുടെ ശബരിമല അതേപോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അയ്യപ്പൻ്റെ നടയുടെ തൊട്ട് പുറകെ ഗണപതിയും നാഗദേവതയും മുരുകനും പിന്നെ നമ്മൾ മാളികപ്പുറത്തമ്മയുടെ നടയുണ്ട്. കണ്ട് അവിടെല്ലാം തൊഴുത് വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു മനസ്സിനൊരു കുളിർമ. ശബരിമല പോകാത്ത ആ വിഷമം ഇവിടെ വന്നപ്പോൾ ഒന്ന് മാറിയെന്ന് തോന്നുന്നു.
അതേപോലെ ഒരു പണിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും സമയമുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അയ്യപ്പനെ തൊഴുത് അയ്യപ്പൻ്റെ അനുഗ്രഹം നേടാൻ ഉള്ള ഭാഗ്യം നൽകട്ടെ. പിന്നെ ഇവിടെ എല്ലാവർക്കും വരാം. ഇവിടെ അങ്ങനെ പ്രവേശനം എന്ന പ്രശ്നമൊന്നുമില്ല, എല്ലാവർക്കും വരാൻ പറ്റും. നമ്മളിന്ന് പടി ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ഇവിടെ വലിയൊരു ഹാളുണ്ട്. ഇതൊന്ന് പടിപൂജയ്ക്ക് വേണ്ടിയൊക്കെയാണെന്ന് തോന്നി ഹാള്. പിന്നെ തൊട്ടടുത്ത് വലിയൊരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് അന്നദാനമൊക്കെ നടത്തുന്ന സ്ഥലമാണ്. പിന്നെ തൊട്ട് അപ്പുറത്ത് കുളിമുറിയൊക്കെ സ്വാമിമാർക്ക് വേണ്ടി ബാത്റൂം എല്ലാം നല്ലപോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് അമ്പലക്കുളം, പണി തീർന്നിട്ടില്ല. പിന്നെ ഇത് കണ്ടല്ലോ നമ്മുടെ അയ്യപ്പൻ്റെ 2 ദ്വാരപാലകന്മാരുടെ നടയെല്ലാം അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട്. കറുപ്പസ്വാമിയുടെ പിന്നെ കർത്തയ്യയുടെ ഒക്കെ അതേപോലെ. ഇനി നമുക്ക് 18-ാം പടി കാണാം. ഇതാണ് നമ്മുടെ 18-ാം പടി. നല്ല അടിപൊളിയായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ശബരിമല ഇതുപോലെ നിന്ന് കാണാൻ പറ്റത്തില്ലല്ലോ, അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് നല്ലപോലെ കാണാൻ പറ്റി. ഇതപ്പം നമ്മുടെ 18-ാം പടി. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അപ്പുറം പഴയ ഒരു ശിവക്ഷേത്രമുണ്ട്. ഇനി അത് അവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. അപ്പം അതുവരെ സ്വാമി ശരണം പൊന്നയ്യപ്പ.